കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നു. സോമജിത്ത് ആൻഡ് വിനു, ലെറ്റ്സ് വെൽക്കം. രണ്ടുപേരും നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ? വിനു നേരത്തെ വന്നിട്ടുണ്ട്. രണ്ട് എപ്പിസോഡ് കഴിഞ്ഞു. ഓക്കെ. സോമജിത്ത് ഒരു എപ്പിസോഡ് അന്ന് വന്നതിന് ശേഷം റെസ്പോൺസ് ഉണ്ട് സാർ. നല്ല റെസ്പോൺസ് ഉണ്ട്. റെസ്പോൺസ് വന്നിട്ട് പ്രോഗ്രാം ഉണ്ട്. ഞങ്ങൾ കൂടുതൽ എടുത്തു പറയുന്നത് വെച്ചാൽ മകള് പഠിക്കുന്ന സ്കൂളിൽ നവംബർ 11 തിങ്കളാഴ്ചയാണ് എൻ്റെ ടെലികാസ്റ്റ് ചെയ്ത്. നവംബർ 14 ശിശുദിനത്തിൻ്റെ അന്ന് മകൾ പഠിക്കുന്ന സ്കൂളിൽ ആ പ്രോഗ്രാമിന് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചു. അത് കിട്ടിയ വലിയൊരു റെസ്പോൺസാണ്. ഭയങ്കര സന്തോഷം. വലിയ സന്തോഷമായത്. ഓക്കെ, ഇന്ന് ആരൊക്കെ ലിസ്റ്റിലുള്ള 3 പാട്ടുകാരാണ് സാർ. ഒന്ന് ഉദിത് നാരായൺ, ഒന്ന് പി ഉണ്ണികൃഷ്ണൻ, പിന്നെ ഒന്ന് സിദ്ധു ശ്രീറാം. ഓക്കെ. അപ്പൊ വിനുവിനെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ആരൊക്കെ ഇന്ന് ലിസ്റ്റിൽ? ഗൗണ്ടമണി, മൊട്ടരാജേന്ദ്രൻ, വിജയ് സേതു. അപ്പൊ തുടങ്ങാം. സോമയത്ത് പറയും നമ്പർ 1. Let's open number 1. Okay, Vinu, number 5. Let's open number 5. ജഗപതി ബാബു. മുരുക, പുലിനെ പിടിക്കാൻ ഇനി ആൾക്കാർ വരുന്നുണ്ട്. മുരുകൻ വരട്ടെ. ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. Okay, number 6. Let's open number 6. കൗണ്ടമണി അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ട്. വരും. അതിനു മുമ്പ് തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിൽ, ഈ കൊട്ടാര വളപ്പിൽ, ഈ ടെറിട്ടറിയിൽ. കൗണ്ടമണി. டேய், ஏன் பொண்டாட்டிய அடிப்பேன், உதப்பேன், வேணா கொலவரை செய்வேன். அது கேட்க நீ யாரா நாய? அப்படியே ஒதுங்கி போயிரு. மாங்குயிலே, பூங்குயிலே, தேங்குயிலே. ஐயோ, சிரிக்கிறாடா. സൂപ്പർ. നമ്പർ 10. Let's open number 10. ഉദിത് നാരായൺ. തും കെ സുമാ ഹേ. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ, ആട്ടമാടാനറിയാതെ, അറിയാതെ പൊട്ടനായിരുന്നു ഞാൻ. തും കെ സുമായേ. Last number താങ്കളുടെ 8. Let's open number 8. Sid Sriram.
மீது சாயவா புன்னாட நெஞ்சே புன்னாட கையால் பூ போல நேவாவா நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா நான் பார்த்தேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா கண்ணீரா மேகம் தூரும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா ஆராரி ராரோ 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 ஆராரி ராரோ ஆராரி ராரோ 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 ஆராரி ராரோ 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 ஆராரி ராரோ ஆராரி ராரோ 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 ஆராரி ராரோ கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா பொன்னாட நெஞ்சை புன்னாக கையால் பூ போல நீவாவா ലാസ്റ്റ് നമ്പർ വിനു 12. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. കുഴപ്പമില്ലല്ലോ. ഓക്കെ ചേട്ടാ ഒന്ന് വരൂ. മിനുവിന്റെ ലിസ്റ്റില് രാജേന്ദ്രൻ. ഒട്ടനാട് കേൾക്കാം. எப்பா என் அழகுக்கும் என் அழிவுக்கும் தகுந்த பொண்ணுப்பா. அவன் நடந்தா சிம்பிளா மாதிரி, சிரிச்சா குஷ்பு மாதிரி சூப்பர்ப்பா. ஓ ஓ நாளைக்கு நீ விஜய் நீ வினைத்த வினையெல்லாம் உன்னை அருக்க கொடு. ஹேய்! யாருக்கும் இல்லாத ஒரு கேட்டா பழகம் எனக்கு இருக்கு. சொன்ன பேச்சு காப்பாத்துறது. என்னை கூப்பிட்டவங்க யாரும் இருக்கலாம் சார். நீங்களா இருக்கலாம், இவங்களா இருக்கலாம், இல்ல அவங்க கூட இருக்கலாம். വേറെ സ്റ്റൈൽ ചെയ്ത് ചേട്ടാ സോമജിത്ത് വിനു. ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, ഇവരുടെ കയ്യടി കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ പെർഫോമൻസ് എത്ര വിലയുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അത്രയ്ക്ക് പെർഫെക്ഷനാണ് രണ്ടുപേരും. കാര്യം നിങ്ങൾ രണ്ടുപേരും ഇവിടെ നേരത്തെ വന്ന് പെർഫോം ചെയ്യുന്ന, അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ കോമഡി ഉത്സവത്തിൻ്റെ ഒരു നട്ടല്ലെന്ന് പറയുന്നത് നമ്മുടെ മിമിക്രി കോമ്പറ്റീഷനാണ്. അപ്പോൾ ഓരോരുത്തർ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അതോട് 100% നീതി പുലർത്തുന്ന ആർട്ടിസ്റ്റുകളാണ്. അങ്ങനെ നിങ്ങൾ ചെയ്ത എല്ലാ അനുകരണവും 100% നീതി പുലർത്തിയ അനുകരണമാണെന്നുള്ളത്. പ്രത്യേകിച്ച് സോമജിത്തിന് എടുത്ത് പറയുന്നത് വോയിസ് ഏറ്റവും അധികം കൺട്രോളാണ് വോയിസ് അല്ലേ. ഇപ്പം തുറന്ന് വേണം ഈ പാട്ടുകൾ പാടുന്നവരുണ്ട്, പല അനുകരിച്ചിട്ടുണ്ട് ഈ വേദിയിൽ. പക്ഷേ ഇത്രയും അധികം പെർഫെക്റ്റ് ആയിട്ട് ആദ്യമായിട്ട് കേൾക്കുകയും 3 പേരെ അനുകരിച്ചു. ശ്രീറാം എന്ന് പറഞ്ഞാൽ നമ്മൾ കിളി പോകുന്ന കേസാണ്. GPക്ക് ആദ്യമായിട്ടാണ് നേരിട്ട് കേൾക്കുന്നത്, കിളി പോയിരിക്കുകയാണ്. ശ്രീറാം അതുപോലെ ലാസ്റ്റ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഗംഭീരമായിട്ട് നല്ലൊരു ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ശിശുദിനത്തിനാണ് അന്ന് പോയി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി സോമജിത്ത് ദിനമായിരിക്കും, എല്ലാ ദിവസവും ഉദ്ഘാടനവും പ്രോഗ്രാം ആയിരിക്കും. ഒരുപാട് വേദികൾ കിട്ടട്ടെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ, ഒരു ഗംഭീര ആർട്ടിസ്റ്റായിട്ട് മാറട്ടെ. ബിനു ഗംഭീരമായിരുന്നു, വിജയ് ഗംഭീരമായിരുന്നു, പിന്നെ അതിന് കൗണ്ടമണി ഗംഭീരമായിരുന്നു, മൊട്ടരാജേന്ദ്രൻ വളരെ ഗംഭീരമായിരുന്നു. കാര്യം ഓരോ പ്രാവശ്യം വരുമ്പോഴും അതുപോലെ ആർട്ടിസ്റ്റുകളെ പെർഫെക്റ്റ് ആയിട്ട് അനുകരിക്കുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ് ബിനു. രണ്ടുപേരും ഗംഭീരമായിരുന്നു.
അത് പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിനാണ് ആദ്യം കയ്യടി തരേണ്ടത്. അങ്ങനെ ഹെവി ട്രോളുകളാണ് മഴയായി പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ട്രോൾ ചെയ്യുന്ന പ്രജിത്തിനും ഒരു വലിയ പ്രജിനൊരു വലിയ ട്രോൾ ചെയ്യണ പ്രജിനൊരു വലിയ കയ്യടി കൊടുത്തേ പറ്റൂ. കാരണം ആ പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മൾ ഇത്രയും ആൾക്കാർ ഇരുന്ന് ചിരിക്കുന്നത് ഈ ഒരു സെഗ്മെന്റ് അവർ ഇത്രയും എന്റർടൈനിങ്ങും കൂടി ആക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. അദ്ദേഹത്തിനൊരു വലിയ കയ്യടി. ഇതൊക്കെ എന്ത് ഇടണല്ലേ? ഇനി എനിക്ക് ചെയ്തതെല്ലാം ഇഷ്ടമായി. പ്രത്യേകിച്ചും മീൻസ് എല്ലാത്തിലും ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു വോയിസിലും പിന്നെ മാനറിസം. നിങ്ങളെ എല്ലാവർക്കും ഒരു മാനറിസം കൂടി കൊടുക്കുമ്പോൾ വളരെ നന്നായിരുന്നു. ബിനു അല്ലേ? ശരി സാർ. നന്നായിരുന്നു, അത് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പം ഞാൻ എന്താ പറയാ, മെയിനായിട്ട് ഈ 3 വോയിസുകളും 3 ടെക്സ്ചറാണ്. ഇപ്പം എനിക്ക് നിങ്ങൾ കണ്ണാലക്കണ്ണ പാടിയ സമയത്ത് ആ ഒരു സിദ് ശ്രീറാമിന്റെ വോയിസിനോട് വോയിസ് എന്നുള്ളത് മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, புன்னான நெஞ்சே புன்னான கையால் பூ போல நீவா. ഇങ്ങനൊരു വ്യത്യാസം, ആദ്യത്തെ വോയിസും രണ്ടാമത്തെ വോയിസും തമ്മിൽ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 വോയിസുകൾ പാടുക, അത് സെലക്ട് ചെയ്യുക, അവരുടെ വോയിസ് ആയിട്ട് ഏറെക്കുറെ മാച്ച് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന് ഹാറ്റ്സ് ഓഫ്. രണ്ടാമത്തത് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഒക്കെ പാട്ട് പാടുക, എന്നെ വിളയൊക്കെ പാടുമ്പോൾ അതിനകത്തുള്ള ഈ ഒരു ചെറിയ ചെറിയ നൊട്ടേഷൻസും ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഭംഗി വരുത്തുന്നത് ആ സാധനമാണ്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര എളുപ്പമാണ് പാടാനെന്ന്. പക്ഷെ ആ സാധനം എത്ര അനായാസമായിട്ട് ഒരു എനിക്ക് തോന്നുന്നത് ഒരു അനുകരിക്കുന്ന ഒരാൾ മാത്രമല്ല, നിങ്ങളൊരു വളരെ നല്ല സിംഗർ കൂടിയാണ് എന്നുള്ളത് ഇതിൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഗംഭീരമായിരുന്നു. ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതന്നെയാണ് അത് പറഞ്ഞത്. അല്ല, നമ്മൾ ആ സ്പെയിനിൽ നിന്ന് വന്ന ആള് പറഞ്ഞൊരു സംഭവം ഉണ്ട്, എല്ലാ മനുഷ്യരും ഒരു മാജിക് ഉണ്ടെന്ന് പറയുന്ന പോലെ. അതെ, ഇത് തന്നെയാണ് നിങ്ങളുടെ മാജിക്. അങ്ങനെ വരട്ടെ. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെ നിങ്ങൾ ഇത്രയും ഇതെല്ലാം ഒരു സാധനം വിടാതെ എങ്ങനെ പിടിക്കുന്നു എന്നുള്ളത്. ഗംഭീരായിട്ടുണ്ട്. രണ്ടുപേരും അസ്തലായിരുന്നു. വിനുവിന് അസ്തലായിട്ട് സ്റ്റേജിൽ ഹ്യൂമർ ചെയ്യാൻ പറ്റും കേട്ടോ. സ്കിറ്റുകൾ ഗംഭീരമായിട്ട് ചെയ്യാറുണ്ടോ? ഇല്ല, ചെയ്തില്ല. ഒരു നിപ്പ് തന്നെ. എന്നുവെച്ചാൽ ട്രോളൊക്കെ വരുമ്പോ ഫേസ് ശ്രദ്ധിച്ചാണ് ഭയങ്കര ഹ്യൂമറായിട്ട് ഇത് ചെയ്തത്. കൗണ്ടമണി, മൊട്ടരാജേന്ദ്രൻ എല്ലാം നന്നായിരുന്നു. അതിന് നേരെ ഡിഫറെൻ്റ് ആയിരുന്നു. വിജയുടെ വോയിസ് അസ്തലായിരുന്നു. പിന്നെ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഒരു പ്രൊഫഷണൽ സിംഗർ എങ്ങനെയാണോ അത് അതിമനോഹരമായിട്ട് എവിടെയും ഒന്നും പാളിപ്പോവാതെ അതിമനോഹരമായിട്ട് നല്ല ഒരു 3 പാട്ടുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചതിന് വലിയ സന്തോഷം, നന്ദി. ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങൾ മോളുടെ സ്കൂളിൽ പറഞ്ഞ് വലിയൊരു എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. അതുപോലെ ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഒരു 2 വരി യഥാർത്ഥ വോയിസിൽ പാടും. യഥാർത്ഥ വോയിസിൽ ഏതെങ്കിലും 2 വരി. ആ സത്യം പറഞ്ഞാൽ പറയുവാൻ പാടിക്കായിരിക്കും സിഡിന്റെ വോയിസ്. അല്ല, എനിക്ക് യഥാർത്ഥ വോയിസിൽ 2 വരി. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അസാധ്യ ഫീൽ അല്ലേ? ഗംഭീരാണ് കേട്ടാ സമയത്ത്. 2 പേരെയും കൈപിടിച്ച് ഏൽപ്പിക്കട്ടെ. പ്രജോട്ടാ, കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് കലാലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് ആർക്കാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ ഒന്ന് കാണാം. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും ഒരു അനുഗ്രഹീത പ്രതിഭ മുരളി നാരായണൻ. പുല്ലാങ്കുഴൽ സംഗീതത്തിലൂടെ ആസ്വാദക മനം കവർന്ന ഈ കലാകാരൻ തൃശൂർ തളിക്കുളം സ്വദേശിയാണ്. ചിത്രകാരനും ശില്പിയും നാദസ്വര വിദ്വാനുമായ നാരായണന്റെയും തങ്കമണിയുടെയും പുത്രനായ മുരളി എങ്ങണ്ടിയൂർ കൃഷ്ണൻകുട്ടി ആശാന്റെ കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിലൂടെയാണ് ശിക്ഷണം നേടിയത്. കഴിഞ്ഞ 31 വർഷക്കാലമായി സംഗീതരംഗത്ത് സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. നിരവധി വിദേശ രാജ്യങ്ങളിൽ വിഖ്യാതരായ കലാകാരന്മാർക്കൊപ്പം പുല്ലാങ്കുഴൽ വിസ്മയം തീർക്കാൻ ഈ കലാകാരന് സാധിച്ചിട്ടുണ്ട്. റെയ്ക്കിയിൽ മാസ്റ്റർ ബിരുദം നേടിയ മുരളി നിരവധി പുരസ്കാരങ്ങൾക്കും അർഹനായിട്ടുണ്ട്. മാനവ സൗഹാർദ്ദം, ലോക സമാധാനം എന്നീ മഹത് സന്ദേശങ്ങളെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിനായി
108 മണിക്കൂർ തുടർച്ചയായി പുല്ലാങ്കുഴലിൽ സംഗീത മഹായാനം നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. ലോകശ്രദ്ധ നേടിയ അനുഗ്രഹീത പ്രതിഭയ്ക്ക് കോമഡി ഉത്സവ വേദിയിൽ സ്നേഹാദരങ്ങൾ. പേര് തന്നെ, അതായത് ഒരു ഫ്ലോട്ടിസ്റ്റിന് പറ്റിയ പേരായി എന്നുള്ളതാണ്. മുരളി എന്നുള്ള പേര് വന്നേക്കുന്നു അല്ലേ? ഒരു 100 എത്ര മണിക്കൂറാണ്? 8 മണിക്കൂർ. 108 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൂട്ട് വായിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഫ്ലോട്ടിസ്റ്റ് ആണ് ഗിന്നസ് മുരളി നാരായണൻ. അതാണ് പേരിടുമ്പോഴേ അച്ഛനും അമ്മയ്ക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും മകൻ ഇതിൽ ഭയങ്കര ഫേമസ് ആവും എന്നുള്ളത്. എങ്ങനെയാണ് ഒരു ഫ്ലൂട്ട് വായന അത് ഇതായത് എങ്ങനെയാണ്? അതിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഏത് പ്രായം തൊട്ടാണ് പഠിച്ചത്? അച്ഛൻ കലാകാരനായിരുന്നു, ശില്പിയാണ്, ചിത്രകാരനാണ്, നാദസ്വരം വായിക്കുന്ന ആളാണ്. അപ്പൊ അതിന്ന് കിട്ടിയൊരു നാദസ്വരം വായിക്കുന്ന ആളിന്റെ മകൻ ഫ്ലൂട്ടിലോട്ട് എങ്ങനെ എത്തി? ഞാൻ നാദസ്വരമാണ് ആദ്യം പഠിച്ചത്. ഗുരുവിന്റെ വീട്ടിൽ നിന്നിട്ട് ഗുരുകുല സമ്പ്രദായത്തിലായിരുന്നു. ഗുരുവിന്റെ മകൻ നന്ദകുമാർ, അദ്ദേഹം ഫ്ലൂട്ട് വായിക്കുന്ന ആളാണ്. അപ്പൊ അത് വായിക്കുന്നത് കണ്ട് അതിനോട് ഇഷ്ടം തോന്നി, അങ്ങനെ അതിലേക്ക് വന്നതാണ്. ഓക്കെ, നമുക്കപ്പോ ഒന്ന് കുറച്ച് കേൾക്കാൻ സാധിക്കില്ലേ? ഈ 108 മണിക്കൂർ അങ്ങനെ ഒരു തീരുമാനം വരാൻ കാരണം? 108 എന്ന നമ്പറിന് ആത്മീയ തലത്തിൽ ഒരുപാട്, തീർച്ചയായും അഷ്ടോത്തരവും എല്ലാം 108-ലാണല്ലോ. പിന്നെ ഗിന്നസിനേക്കാൾ അപ്പുറത്ത് നമ്മൾ മാനവ സൗഹാർദ്ദം, ലോകസമാധാനം എന്നുള്ള സങ്കല്പത്തിലാണ് സംഗീത മഹായാനം എന്നാണ് അതിന് പേരിട്ടിരുന്നത്. എല്ലാവർക്കും ഗിന്നസ് റെക്കോർഡാണ് ഇഷ്ടം, അതുകൊണ്ട് ഗിന്നസ് റെക്കോർഡ് എന്നുള്ള ഒരു തരത്തിലേക്ക്. പിന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം, ലോകസമാധാനത്തിൻ്റെ ഒരു കലാകാരനാകുന്ന എന്നാലാകുന്ന ഒരു കാര്യം ഞാൻ പുല്ലാങ്കുഴലിലൂടെ സംഗീതത്തിലൂടെ ചെയ്തു. ഉത്സവം മഹോത്സവം കോമഡി ഉത്സവം ഫ്ലവേഴ്സ് ചാനലിൽ കലോത്സവം വിശ്വവിസ്മയമാമുത്സവം കിടിലം കോമഡി ഉത്സവം ഉത്സവം മഹോത്സവം കോമഡി ഉത്സവം.
മഹോത്സവം കോമഡി ഉത്സവം പ്രവേശാനനിൽ കലോത്സവം വിശ്വവിസ്മയമാമുത്സവം കിടില കോമഡി ഉത്സവം ഉത്സവം മഹോത്സവം കോമഡി ഉത്സവം കോമഡി ഉത്സവം കോമഡി ഉത്സവം ആനന്ദനന്ദനന്ദനാനന്ദനാനന്ദ ആനന്ദനന്ദനാനന്ദനാനന്ദ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ആദ്യമേ നന്ദി പറഞ്ഞോട്ടെ. കോമഡി ഉത്സവത്തിന് ആ ഒരു ഫുൾ ഗാനങ്ങളുടെ ഇടയിൽ നമ്മുടെ പേര് ഉൾപ്പെടുത്തിയതിന് വളരെയധികം നന്ദി. കുറച്ച് നേരത്തേക്ക് ഈ ഫ്ലൂട്ടിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയിട്ടോ നമ്മൾ അവിടെ നിന്ന് മാറിയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. താങ്കളുടെ ഫുൾ പെർഫോമൻസ് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യണ പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ല. പറഞ്ഞോട്ടോ. ഇതിൽ ആദ്യം പറഞ്ഞ പോലെ ഗിന്നസ് മുരളി നാരായൺ ആദ്യം പറഞ്ഞ പോലെ താങ്ക്സ് പറയുന്ന കോമഡി ഉത്സവത്തിനെ കുറിച്ച് ആദ്യം ഒരു 2 വരി വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമായി. ഇന്ന് ഈ തുടക്കം ഇവിടുന്ന് ഒരു കൊണ്ടുപോക്ക് കോമഡി ഉത്സവത്തിൽ നമ്മളിങ്ങനെ എവിടേക്കോ സഞ്ചരിപ്പിച്ച് കൊണ്ട് ലാൻഡ് ചെയ്തൊരു പ്രതീതിയായിരുന്നു. കാരണം കോമഡി ഉത്സവം നിസ്സാര കാര്യമല്ല ചെയ്യുന്നത്. അതെ, എല്ലാവരും സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായ ഒരു കാര്യം. തീർച്ചയായിട്ടും. അതും എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ഉത്സവം തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെയുള്ള വാക്കുകളാണ് ഏറ്റവും അധികം സന്തോഷം തരുന്നത്, അഭിമാനം തരുന്നത് പറഞ്ഞത്. കാര്യം നമ്മളൊരു ഗിന്നസ് റെക്കോർഡ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഇപ്പം മിഥുൻ 2ാമത്തെ ഗിന്നസ് ആണ് അല്ലേ. ഈ കോമഡി ഉത്സവം അല്ലാതെ തന്നെ മിഥുൻ വേറെ ഗിന്നസ് ആദ്യം നേടിയ ഒരാളാണ്. പിന്നെ ഇതിലേക്കുള്ളൊരു സഞ്ചാരം എന്ന് പറയുന്നത് നമ്മൾ ഗിന്നസിന് വേണ്ടി ഒരു സഞ്ചാരം അല്ല മുരളി നടത്തിയത് അല്ലേ. മുരളിക്ക് പുറകെ ഗിന്നസ് വരികയായിരുന്നു എനിക്ക് തോന്നുന്നു. സത്യം. അത്രയ്ക്ക് നമുക്കതൊരു ഇമ്പാക്റ്റ് ആണ്. കാര്യം നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറയുന്ന ഒരുപാട് കലാരൂപങ്ങളുള്ളതാണെങ്കിൽ പോലും നമുക്ക് ഈ ഫ്ലൂട്ട് എന്ന് പറയുന്നത് നമുക്ക് അല്ലേ എപ്പോൾ കേട്ടാലും ഒരുപാട് ഫ്ലൂട്ടിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഏത് സംഗീതത്തിനെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരേ ഒരു സംഗീത ഉപകരണമാണ്. ഒരു റിക്വസ്റ്റ് ഏതെങ്കിലും 2 പാട്ടുകൾ കേൾക്കണം എന്നാണ്. ഒരു പാട്ട് ഏതെങ്കിലും നമുക്ക് താങ്കൾക്ക് ഇഷ്ടമുള്ള മുരളി ഒരുപാട് താങ്ക്സ്. ഇവിടെ വന്ന് ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. തിരിച്ചും അങ്ങനെ തന്നെ പറയുന്നു. എനിക്ക് ഇങ്ങനത്തെ അവസരം തന്നാൽ ഞാനും നന്ദി പറയും. താങ്ക് യു. നമ്മൾ സ്കൂളുകളിലൊക്കെ മാർച്ച് പാസ്റ്റും അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ പലപ്പോഴും ഉണ്ടാവുന്നത് എനർജി വേരിയേഷൻ കൊണ്ടുവരാനാണെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ കുട്ടികൾ അവർ ഡള്ളായിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മാർച്ച് പാസ്റ്റിന് ശേഷമോ അല്ലെങ്കിൽ ഒരു കായിക എന്തെങ്കിലും ഒരു അഭ്യാസത്തിന് ശേഷം അവരുടെ എനർജി ഡിഫറൻസ് വരും. ഇതൊന്നുമില്ലാതെ പോലും നമ്മുടെ മൂഡ് എന്തോ ആവട്ടെ ഒരു ശബ്ദം കൊണ്ട് മനുഷ്യൻ്റെ എനർജി മാറ്റാം എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ കുറച്ച് നിമിഷം മുമ്പ് കാണിച്ചതാണ്. ശരിക്കും സൗണ്ട് വൈബ്രേഷനാണ്, എനർജിയാണ് എന്ന് പറയും. പക്ഷേ നമ്മുടെ മൂഡിനെ, നമ്മുടെ ഇമോഷനെ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ടയേർഡായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് ഉറക്കം വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ശരിക്കും പുറത്തു നിന്ന് വരുന്ന ഒരു ശബ്ദം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അത് വ്യത്യാസം വരുത്താൻ പറ്റും. അത് ഒരു കലാകാരൻ ഇത്രയും നന്നായിട്ട് അത് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് ആളുകൾ. കാരണം അദ്ദേഹം ഇത് ഫ്ലൂട്ട് ഇപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്നിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം തുടങ്ങിയപ്പോൾ ഫ്ലൂട്ട് എടുത്ത് വായിച്ച് തുടങ്ങി ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരേ എക്സ്പ്രഷനായിരുന്നു. ആഹാ, പെട്ടെന്നൊരു ഒരു ഉന്മേഷത്തിൻ്റെ എനർജിയിലേക്ക് എല്ലാവരും കൂടി സ്വിച്ച് ഓൺ ചെയ്തു.
നമ്മളുടെ ഒക്കെ എനർജിയുടെ പ്ലഗ് അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു കുറച്ച് നേരം എന്നുള്ളത് അതൊരു വലിയ കഴിവ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അത് ഗംഭീരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനിയും ഇനിയും മതിയാവാത്ത അത്ര വായിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രാജേട്ടാ, പാലക്കാട് പട്ടാമ്പി അഗ്രഹാരങ്ങളിലോട്ടൊക്കെ ഒന്ന് പോയില്ലേ? അവിടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് ആണ്. ഒരുപാട് പാട്ടുകൾ നമ്മൾ സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ഈ ഫ്ലൂട്ടിൽ ഇതിൽ വായിക്കുന്ന പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ട്രെൻഡ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് അതാണ് തോന്നുന്നു. രാജേഷിന്റെ ഒക്കെ ഭയങ്കരമായിട്ടാണ്. അപ്പോൾ പാലക്കാട് ശ്രീറാമൊക്കെ എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹം ആദ്യം ഞങ്ങൾ ട്രൂപ്പിലുണ്ടായിരുന്നപ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പുള്ളി ഇതൊക്കെ ചെയ്യുമായിരുന്നു. എന്തായാലും വലിയ സന്തോഷം. മാത്രമല്ല ഇതൊരു ഈ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ ഒരു പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു സംഭവം നമുക്ക് ഇതിലൂടെ ഈ പറയുന്ന ഒരു ഭാഗത്തിരുന്ന് നമ്മളെപ്പോഴും ആലോചിക്കും. ഇത് വളരെ ഈസിയാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ കടപ്പുറത്ത് കാണുമ്പോഴൊക്കെ ഈ സാധനം ഒരെണ്ണം മേടിച്ചിട്ട് അങ്ങനെ ഒരു 10-12 വീട്ടിലിരിപ്പുണ്ടാവും. അപ്പൊ അവര് അത് വിൽക്കുന്ന സമയത്ത് അവർ വളരെ മനോഹരമായിട്ട് വായിക്കും. അതുപോലെ നമുക്ക് വീട്ടിൽ വരുന്ന സമയത്ത് ഒറ്റ ശബ്ദമേ ഉള്ളൂ, വേറെ ശ്രുതിയില്ല, താളമില്ല. അവസാനം അതെടുത്ത് അങ്ങനെ വായിക്കും. പക്ഷെ ഇത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വായിക്കുന്നത്, മനോഹരമായിട്ടുണ്ട്. ഇത്രയും നേരം ഇത് ചെയ്തത് എനിക്കൊരു പാട്ടിന്റെ ഒന്ന് ഇത് ചെയ്യാറാണ്. മലർകളെ എന്നുള്ള പാട്ട് എനിക്കൊന്ന് പ്ലേ ചെയ്ത് തരാം. ഒന്ന് വായിക്കാം. ഭയങ്കര രസമായി. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളെല്ലാവരും കുറച്ച് നേരത്തേക്ക് ഉത്സവത്തിന്റെ വേറൊരു മൂഡിലോട്ട് പോയി. അത് ക്രിയേറ്റ് ചെയ്ത് തന്നതിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. വന്നേക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ചും ഇവിടെ വന്ന് ഫ്രണ്ടിൽ ഇരിക്കുന്ന എല്ലാവരോടും നിങ്ങളെല്ലാവരും ആ കൊടുത്ത സപ്പോർട്ടിനും കൂടി വളരെയധികം നന്ദി കേട്ടോ. അദ്ദേഹത്തിന്റെ പരിപാടി ഇഷ്ടപ്പെട്ട മനസ്സറിഞ്ഞ ഒരു വലിയ കൈഡിയും കൂടി കൊടുക്കുക. ഒരു വലിയൊരു ഭാഗ്യമാണ് എൻ്റെ പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ എൻ്റെ സഹോദരങ്ങളാണ്. ഞങ്ങളെപ്പോഴും കാണുന്നവരാണ്, ഇടയ്ക്കിടയ്ക്ക് പോകുന്നവരാണ്. ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു വേദി എനിക്ക് കിട്ടിയത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. താങ്ക് യു ചേട്ടാ. ഒന്ന് വേദിയിലുണ്ട്. പുല്ലാങ്കുഴൽ വാദനത്തിലൂടെ സംഗീത മഹായാനം നടത്തി ഗിന്നസ് ബുക്കിന്റെ താളുകളിൽ തന്റെ പേരെഴുതി ചേർത്ത കലാകാരന് ഗിന്നസ് മുരളി നാരായണന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ്. അപ്പോൾ വലിയ സന്തോഷം. വളരെ കൃത്യമായി പറഞ്ഞ പ്രിവിലേജ് നമ്മുടെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് കേട്ടോ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഇന്നത്തെ ഉത്സവം അങ്ങനെ കൊടിയിറക്കുകയാണ്. അടുത്ത ഉത്സവത്തിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.